നമ്മളാരും ചിന്തിക്കുന്ന പോലെ അല്ല മക്കളെ ഇന്ത്യ ഇംഗ്ലണ്ട് 5-ാം ടെസ്റ്റ് ഓവലിൽ പോകുന്നത്. ഇത് 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 ബാറ്റ്സ്മാൻമാരുടെ ശവപ്പറം പാടേ. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് 15 വിക്കറ്റാണ് നിലം പൊത്തിയത്. 15 വിക്കറ്റ്. ഇന്ത്യയുടെ 6 ഇംഗ്ലണ്ടിൻ്റെ 9. ഇന്ത്യയുടെ 6 എന്ന് പറഞ്ഞാൽ 2 ഇന്നിങ്സിലായിട്ടാണ് കളി തുടങ്ങി. അരമണിക്കൂറിനുള്ളിൽ 20 റൺസും കൂടി കൂട്ടിച്ചേർക്കുന്നതിനിടയിൽ ഇന്ത്യയുടെ 4 ബാറ്റ്സ്മാൻമാർ കൂടാരം കയറി. നമ്മളൊക്കെ ലജ്ജിച്ച് തല താഴ്ത്തിയിരുന്നു. അയ്യേ, കരുൺ നായരൊക്കെ ഒരു സെഞ്ചുറി അടിക്കും, വാഷിങ്ടൺ സുന്ദറൊക്കെ നിൽക്കും, ഒരു 350 എടുക്കും എന്ന് പ്രതീക്ഷയെ നോക്കി നിൽക്കുമ്പോഴാണ് അരമണിക്കൂറിനുള്ളിൽ കൂടാരം കയറിപ്പോയത്. പിന്നെ ഇതാ വരുന്നു ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാർ. ഇംഗ്ലണ്ട് കളി തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചേ ഈ പിച്ചിൽ തന്നെയാണോ ഇന്ത്യ കളിച്ചത്? അവർ 20-20 കളിക്കുന്ന പോലെയാണ് കളിക്കുന്നത്. അടിയോടടി 15 ഓവറായപ്പോഴത്തേക്കും സെഞ്ചുറി അടിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറിയിച്ചു നോക്കാം. എന്ത് തന്നെയായാലും ആദ്യ വിക്കറ്റ് നഷ്ടപ്പെട്ടത് 77 ബോളിൽ 92 റൺസ് എടുത്തതിന് ശേഷമാണ്. ഒരാവശ്യമില്ലാതെ ബെൻഡക്കറ്റ് ഇച്ചിരി ഓവറാക്കി ആകാശ്ദീപിനെ തിരിഞ്ഞ് നടിക്കാൻ നോക്കിയതാണ്. പക്ഷേ കീപ്പറുടെ കയ്യിലാണ് എത്തിയത്. അവിടെ അവരുടെ നാശം തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. ലഞ്ചിന് ശേഷം ഇന്ത്യൻ ബൗളേഴ്സും കാര്യങ്ങളും മാറി മറിഞ്ഞു. എന്തിനു പറയുന്നു, നമ്മുടെ പ്രസീദ് കൃഷ്ണയടക്കം. നമ്മൾ ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല പ്രസീദ് കൃഷ്ണ ഇങ്ങനെയൊക്കെ ബോൾ ചെയ്യും. പിച്ചിൻ്റെ കാര്യമായ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും ലൈനും ലെങ്ത്തും ബൗൺസും ഒക്കെ വെച്ച് അദ്ദേഹം മികച്ച രീതിയിൽ ബോൾ ചെയ്തു. 4 വിക്കറ്റും നേടി. ലഞ്ചിന് ശേഷം ഇംഗ്ലണ്ട് ബാറ്റ്സ്മാർ വരിക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരിടയ്ക്ക് ഇവർ ലീഡ് വഴങ്ങുമോ എന്നുള്ള ഒരാശങ്ക വരെ എത്തി. അത് ഹാരി ബ്രൂക്ക് അവസാനം കുറച്ച് ബൗണ്ടറിയും 6 അടിച്ചിട്ടാണ് 23 റൺസിൻ്റെ ലീഡ് അവർക്ക് നൽകി കൊടുത്തത്. നിങ്ങൾ ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാരുടെ സ്കോർ കാർഡ് എടുത്ത് നോക്ക്. ആദ്യത്തെ 5 പേര് നല്ല രീതിയിൽ ബാറ്റ് ചെയ്തതാണ്. പിന്നെ അവസാനമാണ് വാലേ പോയത്. ഇന്ത്യയുടെ ഒരു സെറ്റപ്പ് പോലെയൊക്കെ തന്നെ. സാക്രോളി 64, 57 ബോളിലാണ് ഓർക്കണം. ഡക്കറ്റ് 38 ബോളിൽ 43. 2 പേരും സ്ട്രൈക്ക് റേറ്റ് 110 മുകളിലാണ്. ഒലിപ്പോപ്പ് 22, റൂട്ട് 29, ഹാരി ബ്രോക്ക് 53. പിന്നീട് അങ്ങോട്ട് ജേക്കബ് ബദൽ, ജാമി സ്മിത്ത്, ഓവർട്ടൺ, ടങ്ക്, വോക്സ് പിന്നെ ഈ പരമ്പരയിൽ നിന്ന് തന്നെ റൂൾഡ് ഔട്ട് ആയതുകൊണ്ട് ബാറ്റിങ്ങിന് ഇറങ്ങിയില്ല. അങ്ങനെ അവർ 247 റൺസിന് ഓൾ ഔട്ടായി. കളിയോടുകൂടി എങ്ങോട്ട് വേണേലും തിരിയാമെന്ന ലെവലിലെത്തി. എന്ത് പെട്ടെന്ന് ടെസ്റ്റ് മാച്ച് ഇങ്ങനെ മാറി മറിയുന്നില്ല. ഓരോ സെഷൻ കഴിയും തോറും ഈ ഇതിൻ്റെ സ്വഭാവം അങ്ങ് മാറും. അതാണ് ഈ ടെസ്റ്റിൻ്റെ ഒരു സൗന്ദര്യത. നമുക്ക് അവസാന നിമിഷം വരെ പറയാൻ കഴിയില്ല ഇത് ഇവർ കൊണ്ടുപോയി, ആ മാച്ച് അവർ കൊണ്ടുപോയത്. 4-ാം ടെസ്റ്റിൽ നമ്മൾ കണ്ടതല്ലേ, ഇംഗ്ലണ്ട് ജയിച്ചു എന്നിടത്തുനിന്ന് ഇന്ത്യ സമനില പിടിച്ചെടുക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഒരു ഫൈറ്റ് ബാക്കാണ് ഇപ്പോൾ 2-ാം ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 75 എന്ന നിലയിലാണ്. പ്രതീക്ഷ ഏകിക്കൊണ്ട് യശസ്വി ജയ്സ്വാൾ ഉണ്ട് 51 റണ്ണുമായിട്ട്. 49 ബോളിലാണ് പുള്ളി അടിച്ചേക്കുന്നത്. പുള്ളിയും ഇംഗ്ലണ്ട് ഓപ്പണേഴ്സിൻ്റെ ആ ഒരു ശൈലിയിലാണ്. പുള്ളീൻ്റെ ശൈലി അത് തന്നെയാണ്. കൂടെ ഉള്ളത് ആകാശ്ദീപാണ്, നൈറ്റ് വാച്ച്മാനായിട്ട് ഇറങ്ങിയതാണ്. ഗില്ലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആകാശ്ദീപിനെ ഇറക്കിയാണ്. തന്നെയായാലും അധികം നേരം പുള്ളിക്ക് ബാറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോഴത്തേക്കും ലൈറ്റ് കുറവാന്നുള്ള രീതിയിൽ കളി അവസാനിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ നിലവിൽ 52 റൺസ് ലീഡാണ് ഇന്ത്യക്കുള്ളത്. ഒരു 250 റൺ ലീഡെങ്കിലും ആക്കുക എന്നുള്ളതായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ച് ലക്ഷ്യം. കാരണം വിദഗ്ധരൊക്കെ പറയുന്നത് ഓവൽ പിച്ചിൽ 3-ാം ദിവസം ബാറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ദുഷ്കരമായ കാര്യമെന്നാണ്. അതായത് ഇന്ന്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു 250 റൺസ് ലീഡിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വിജയപ്രതീക്ഷ തന്നെയാണുള്ളത്. കാരണം പിച്ച് കാര്യമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പിച്ച് കളിക്കുന്ന, അതായത് ബോളേഴ്സിനെ അനുകൂലിക്കുന്ന പിച്ചിൽ സിറാജ് ഒരു അസാമാന്യ കളിക്കാരനാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇംഗ്ലണ്ട് ശ്രീലങ്കയ്ക്കെതിരെ ഒരു ODI മത്സരത്തിൽ നമ്മൾ കണ്ടതല്ലേ, 6 വിക്കറ്റ് പുള്ളി അടിച്ചെടുത്ത ശ്രീലങ്കനാണ് 40-50 റൺ ഓൾ ഔട്ടാക്കിയ ഒരു കളിയൊക്കെ 2 കളിയുണ്ട് അതുപോലത്തെ 2 ശ്രീലങ്കനോട് തന്നെ. അപ്പോൾ അതൊക്കെ പിച്ചിൻ്റെ ഒരു മാസ്മരികതയുണ്ട്. അങ്ങനെ ബോളിംഗ് പിച്ചായ ഓവലിൽ സിറാജിൻ്റെയൊക്കെ ഒരു മാസ്മരിക പ്രകടനം ഇംഗ്ലണ്ടിൻ്റെ 2-ാം ഇന്നിംഗ്സ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ലീഡ് എങ്ങനെയെങ്കിലും ഒരു 250 എത്തിക്കുക എന്നുള്ളതായിരിക്കും ആദ്യ ലക്ഷ്യം. ശുഭ്മാൻ ഗില്ല്, കരുൺ നായർ, വാഷിങ്ടൺ സുന്ദർ, രവീന്ദ്ര ജഡേജയൊക്കെ ഇറങ്ങാനുണ്ട്. നമുക്ക് പ്രതീക്ഷയോടുകൂടി ഇരിക്കാം. എങ്ങനെയെങ്കിലും ഇത് ജയിച്ചിട്ട് 2-2 എത്തിക്കണം. ടെണ്ടുൽക്കർ ആൻഡേഴ്സൺ കപ്പ് അങ്ങനെ അങ്ങോട്ട് അവർ സ്വന്തമായിട്ട് എടുക്കാൻ നമ്മൾ സമ്മതിക്കരുത്. അത് നടക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം.